ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുകയാണ് ഏതൊരു ഇന്ത്യൻ ട്രാക്ക് 3Dയോ അങ്ങനെ പറയുന്നൊരു ഗെയിം. ഈ ഗെയിം ഒരു സൂപ്പർ ഗെയിമാണ്. ഇതിനകത്ത് എന്താ ഗൈസ് പറയുക, കുറേ നമ്മൾ ഓടിച്ച് നമ്മുടെ കൈ തന്നിരിക്കുന്ന സാധനം ഒരിടത്ത് കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പണി. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി എടുത്തു. ഗൈസ് 3 ക്യാമറകളാണുള്ളത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യൂവും ഉണ്ട്, അകത്തും ഉണ്ട്, പിന്നെ അല്ലാതെയും ഉണ്ട്. ഇതേ ഇവിടേക്ക് എന്നാണ് കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നേ. ഗൈസ് ഇവനൊന്നും ഒരു വിവരമില്ലെന്നാണ് തോന്നുന്നത്. ഗൈസ് പിന്നെ ഈ ഗെയിമിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിൽ 3 വട്ടം കൊള്ളുകയാണെങ്കിൽ നമ്മൾ തോക്കും. എൻ്റെ വണ്ടി ഇപ്പോൾ 1 വട്ടം കൊണ്ട് കേട്ടോ. അങ്ങനെ 3 വട്ടം കൊള്ളുവാണെങ്കിൽ നമ്മൾ തോറ്റു പോകും കേട്ടോ. എന്നുവെച്ചാൽ കളിയിൽ നിന്ന് ഇറങ്ങി പോകേണ്ട വരും. എടാ പിന്നെ ഇതിനകത്തെന്ന് പറയുമ്പോൾ കുറച്ച് പാടാവാൻ വേണ്ടിയിട്ടാണ് ഈ വളവിലൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വണ്ടി ഇടുന്നത്. ബട്ട് നല്ലൊരു ഗെയിമാണ്. മഞ്ഞൊക്കെ ഇതിനകത്ത് നമ്മളിങ്ങനെ മല കയറി ചെല്ലുന്നതിൻ്റെ അനുസരിച്ച് വരും. ഇതാണ് അകത്തുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. ഏതൊരു തമിഴന്മാരുടെ വണ്ടിയാണെന്നാണ് തോന്നുന്നത്, കാരണം സാമിയൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കയറിപ്പോവാണ്. കേന്ദ്ര അവിടെ ഒരുത്ത വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത്. എന്തോന്ന് ഇവനൊക്കെ ഇവിടെ വണ്ടി നിർത്തിയിരിക്കുന്നേ. ദൈവമേ, ഇതെങ്ങനെ എടുക്കും? ഈ ക്യാമറയിലിട്ടാൽ നമുക്കിങ്ങനെ എടുക്കാം കേട്ടോ. അല്ലാത്ത ക്യാമറയിലോട്ടിട്ട്. ഓക്കെ, അപ്പോൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ആ പോസ്റ്റർ തട്ടത്തില്ലെന്നാണ് പ്രതീക്ഷ. ഓക്കെ, അങ്ങനെ തട്ടാതെ വലിയ റിസ്ക് ഇല്ല, നമ്മളിങ്ങ് എടുത്തുകൊണ്ട് പോന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, നിങ്ങളാരും എൻ്റെ വീഡിയോസൊന്നും കാണുന്നില്ല ഗൈസ്. നിങ്ങളൊക്കെ ഒന്ന് വീഡിയോസ് കാണണേ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു വലിയ വളവ് വന്നിട്ടുണ്ട്. ഞാനൊരു പ്രോ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ കൂടെ മനസ്സിലാവും. അയ്യോ പോയില്ല. ഞാൻ ഒരു കണക്ക് ഭാഗ്യം ചെയ്തതായതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയില്ല ഗൈസ്. ഞാൻ പ്രോയാന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഞാൻ കളിക്കുന്ന ഗെയിമിന് പറ്റാം ഗൈസ്. അതെൻ്റെ ഒരു എന്താ പറയുക കുഴപ്പമാണ്. ഇതേണ്ട ഇവിടെ ഒരുത്തൻ വണ്ടി നമ്മൾ വരുന്ന കണ്ടോണ്ട് നിർത്തിയിട്ടാണോ? ആണോ? അല്ലല്ല, അവനൊക്കെ പെട്ടതാ. ദേണ്ടാ ഇവിടെ തൊട്ടടുത്ത് വേറെ ഒരുത്തൻ. നമുക്കിതൊന്നും വലിയ വിഷയമല്ല ഗൈസ്. നമ്മൾ പണ്ട് മൂലം ഇങ്ങനെ ബസ്സൊക്കെ ഓടിച്ച് വളർന്നതാണ്. നമുക്കിതൊന്നും വലിയ സീനുള്ള കാര്യമല്ല ഗൈസ്. ഇതിനകത്ത് പിന്നെ വണ്ടി ബാക്കിലോട്ട് പോകും കേട്ടോ. പിന്നെ നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ട് ഒരു വിധത്തിൽ വേണം വലിച്ച് കയറ്റാൻ. വണ്ടി പോകുന്നില്ലടാ. ആ പോസ്റ്റ് തട്ടി നിന്നതാണ് ഗൈസ്. നമുക്ക് ഒരു വിധത്തിൽ എടുത്ത് പോകണം. പോയി അവൻ്റെ വണ്ടി തട്ടാതെ ഒരു വിധത്തിൽ നമ്മൾ എടുത്തു ഗൈസ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു തമിഴിൻ്റെ വണ്ടിയാണ്. കണ്ടില്ലേ, അവിടെ ദൈവത്തിൻ്റെ മണ്ടയിൽ കൂടെ മാലയൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളൊരു ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആയിരിക്കും ഗൈസ്, ഞാൻ തമിഴനായിരിക്കും. ഇവിടെ ഒരു വണ്ടി ഉണ്ടല്ലോ. ഇത് ഉൾക്കാൻ വിട്ട് ഞാനത് എടുത്തു പോകും. ഓക്കെ ഗൈസ്, നമ്മൾ ഉൾക്കാൻ വിട്ട് ഒരു വിഷയമില്ല എടുത്തുകൊണ്ട് പോയി. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ആ സിനിമാറ്റിക് പോലുള്ള ഒരു ക്യാമറയാണ് ഗൈസ്. അവിടെ നമ്മൾ പ്രതീക്ഷിക്കാതെ കുറേ വണ്ടികൾ ഇങ്ങനെ വന്ന് കിടക്കും കേട്ടോ. ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചല്ല. ഈ വളവിലും എല്ലാം കാണും ഗൈസ് ഒരെണ്ണം. ഇല്ല കേട്ടോ, ആ വളവിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് പോവെന്നുള്ള. അങ്ങനെ നോക്കാൻ തോന്നിയ നല്ല സമയം. അല്ലിപ്പം ഞാൻ ചെന്ന് കയറിയേനെ. ഓക്കെ ഗൈസ്, ഈ സൈഡ് ഇത് പിന്നെ നമുക്ക് എടുത്തുകൊണ്ട് പോവാൻ കുറച്ച് സ്ഥലമുണ്ട് ഗൈസ്. ആ വണ്ടി ഒതുങ്ങി കിടക്കുന്നതുകൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ കുറച്ച് സ്ഥലമുണ്ട്. പക്ഷേ എല്ലാ വണ്ടിയും അങ്ങനെ നമുക്ക് കിട്ടണമെന്നില്ല കേട്ടോ. കുറച്ചൊക്കെ പാട് കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ വലിയൊരു വളവ്. പോയി ഇല്ലില്ല. സ്ഥലമൊക്കെ വണ്ടി കിടക്കുന്നതുണ്ടോ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെവൽ ഇവിടെ കൊണ്ട് കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. റിവേഴ്സ് അവിടെ റിവേഴ്സ് വന്ന് നിർത്തിയാൽ നമ്മുടെ ഈ ലെവൽ കഴിയും. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഫസ്റ്റ് ലെവൽ കഴിഞ്ഞു. അടുത്ത ലെവലിലോട്ട് കയറാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ അടുത്ത ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഇച്ചിരി ഓഫ് റോഡ് ടച്ചാണ് ഗൈസ്. ഇച്ചിരി ഏറെ ഓഫ് റോഡ് ടച്ചാണ്. ഇവിടെ തിരിയുമോ ഗൈസ്? ഒറ്റയടിക്ക് തിരിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല ഗൈസ്, ചുമ്മാ എന്തിനാ വണ്ടി പഠിപ്പിക്കുന്നത്? നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് പോയാൽ മതി, അല്ല വണ്ടി അവിടെ കുടുങ്ങിയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ റിവേഴ്സ് എടുത്ത് മെല്ലെ ഇവിടെ ഞാൻ ഒറ്റയടിക്ക് തിരിക്കും. ഞാൻ ഇങ്ങനത്തെ ഓരോരോ വീഡിയോസ് കാണാനായിട്ട് ഒറ്റയടിക്ക് തിരിച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട്.
നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവേ. തിരിഞ്ഞു. തിരിഞ്ഞു ഗൈസ്, തിരിഞ്ഞു. ലുക്ക് ആ ലുക്കെന്ന് പോലും കിടിലം ഗൈസ്, കിടിലോസ്കി ഗൈസ്. ഇതാണ് സ്റ്റിയറിങ്. നമുക്ക് പിന്നെ ഇതിനകത്തിരുന്ന് തന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേണ്ട രീതിയിലെല്ലാം എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ആയിട്ട് ഗിയർ ലിവറും എല്ലാം കാണാൻ പറ്റും. നല്ല ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് വണ്ടിക്കകത്ത്. ഇവിടെ എനിക്ക് കയറുമെന്ന് വിശ്വാസമില്ല. ഞാൻ മെല്ലെയാണ് ഗൈസ് വന്നത്, അതുകൊണ്ട് എനിക്കിവിടെ കയറുമെന്ന് വലിയ വിശ്വാസമില്ല. വണ്ടി കിടന്ന് ഇരയ്ക്കുക. കയറില്ല ഗൈസ്, കയറില്ല. നമുക്ക് റിവേഴ്സ് വന്നിട്ട് നല്ല സ്പീഡിൽ കയറി നോക്കാവേ. വാടാ, കുറച്ചുകൂടി വാ. മതി. ഇനി നമുക്ക് പറപ്പിച്ചെടുത്ത് നോക്കാം ഗൈസ്. ചിലപ്പോൾ കയറാൻ സാധ്യത കൂടുതലാണ്. കയറുമായിരിക്കും, എനിക്ക് കയറുമെന്ന് തോന്നുന്നത്. എന്നിട്ടും കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. നമുക്കിങ്ങനെ വെട്ടിച്ച് കയറ്റി നോക്കാം. ചിലപ്പോൾ അങ്ങനെ വെട്ടിച്ച് കയറ്റിയാൽ കയറുമായിരിക്കും എന്നാണ് തോന്നുന്നത്. കയറി ഗൈസ്. ഒരു വിധത്തിൽ നമ്മൾ വണ്ടി കയറ്റി. അപ്പോൾ തൊട്ടടുത്ത വളവി ഒരുത്തൻ. എടാ മാറി നിൽക്കടാ. അവനൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ തോന്നിയ സ്ഥലം. ഇവിടുന്ന് എങ്ങനെ എടുക്കും? ഈ സൈഡ് വഴിയല്ലേ? എന്നാലും ഇവിടെ പാറയാണല്ലോ, ഇതിലെടുക്കാൻ പറ്റത്തില്ല ഗൈസ്. എനിക്ക് തോന്നുന്നില്ല ഇതിലെടുക്കാൻ പറ്റുമെന്ന്. ഇല്ല, വേണ്ട, ആ വണ്ടിയിൽ തട്ടുകയും ചെയ്തു. ഇപ്പം തന്നെ 2 തട്ടായി. ഇനിയും തട്ടിയാൽ ഗെയിമിൽ നിന്ന് ഇറങ്ങിപ്പോണ്ട വരും ഗൈസ്. എനിക്ക് തോന്നുന്നില്ല ഗൈസ് ഇതിലെടുക്കാൻ പറ്റുമെന്ന്. അവൻ്റെ ദേഹത്ത് തട്ടല്ലേ. വേണ്ട ഗൈസ്, അവൻ്റെ ദേഹത്ത് തട്ടിയാൽ നമുക്ക് പോകേണ്ട വരും ഗൈസ്. വേണ്ട ഗൈസ്. ആ സൈഡിൽ കൂടെ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒന്ന് റിവേഴ്സ് വന്നേ. ഓക്കെ. അവിടെ നിർത്തല്ലേ? നിർത്ത്. എടാ ഇതെന്ത് ബ്രേക്ക്? ഓക്കെ. നമുക്ക് ഈ സൈഡിൽ കൂടെ പറ്റുമെന്ന് തോന്നുന്നു. എങ്കിലും പാടാണ് ഗൈസ്. നമുക്ക് അങ്ങനെ സൈഡിൽ കൂടെ ചിന്തിച്ച പോലെ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. തട്ടി. കുഴപ്പമില്ലേ തട്ടിയാൽ? കുഴപ്പമില്ല കേട്ടോ ഗൈസ്, കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ 3 തട്ടായി. അപ്പോൾ ഇനിയും തട്ടിയാൽ പോവായിരിക്കും തോന്നുന്നു ഗൈസ്. ഓക്കെ, ഒരു വിധത്തിൽ എടുത്തിങ്ങ് പോന്നു. ഓക്കെ, ഇവിടെ ഒരു വണ്ടിയുണ്ട്. ഇതിൻ്റെ തട്ടാതിരുന്നാൽ നമ്മൾ ജയിക്കും ഗൈസ്. ഗൈസ് ഗ്ലിച്ച്. ഇതെങ്ങനെ ഞാൻ വീണ്ടും റിവേഴ്സ് വന്നേ ഗൈസ്? ഇത് ഗ്ലിച്ചാണ്, എന്തോ നല്ല ഗ്ലിച്ചാണ് ഗൈസ്. അല്ലാതെ ഇങ്ങനെയൊന്നും എനിക്ക് ഇന്നേരായിട്ട് എൻ്റെ ഗെയിം കളിച്ച് എൻ്റെ അനുഭവത്തിൽ വന്നിട്ടില്ല. ഇത് ഗ്ലിച്ചാണ് ഗൈസ്. എന്നാലും അതെങ്ങനെ റിവേഴ്സ് വന്നേ ഗൈസ്? അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ ഗൈസ്, നമുക്ക് കളിക്കാം. ഓക്കെ, ഇവിടെ ഒരു വാൻ കിടപ്പുണ്ട്. അതിനെയൊക്കെ നമ്മൾ വെറുതെ പൊട്ടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു സിനിമാറ്റിക് ക്യാമറയൊക്കെ ഇട്ട് നമുക്ക് നല്ല പാട്ടുമൊക്കെ പാടി ഇങ്ങനെ പോവാം ഗൈസ്. ഇവിടെ ഒരു കയറ്റം വന്നിട്ടുണ്ട്. കയറ്റമൊക്കെ പാണ്ടിലോറിക്ക് എന്താണ് ഗൈസ്, ചുമ്മാ കയറി പോകത്തില്ലേ? ഓക്കെ, നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട, അവിടെ ഒരു വണ്ടി കുടുങ്ങിയിട്ടുണ്ട്, ഒരു കാറ് ഗൈസ്. ഇതൊക്കെ പിന്നെ കുറച്ച് ഞാൻ ഒതുങ്ങിയാണെന്ന് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് ചെന്നിടിച്ച് ഗൈസ്. അല്ലെങ്കിൽ ഞാൻ പറയത്തില്ല ഗൈസ്, എൻ്റെ നാക്ക് ഇങ്ങനെ എന്താ പറയുക, ഒരു പ്രശ്നമുള്ളതാണ്. ഞാൻ എന്ത് പറയുന്നു അപ്പം ചെന്ന് ഇടിക്കും ഗൈസ്. അതെൻ്റെ നാക്കിനൊരു കുഴപ്പമുള്ളതാണ്. നിങ്ങളൊക്കെ